രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര മുന്നേറുമ്പോഴും ഓരോ ദിവസം കഴിയുമ്പോൾ അതിന് തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത്. കോൺഗ്രസിൻ്റെ കാര്യം വളരെ ദയനീയമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ നിന്ന് തുടങ്ങിയ സിംബോളിക്കായിട്ട് മണിപ്പൂരിൽ നിന്ന് തുടങ്ങാനുള്ള കാരണം അറിയാമല്ലോ. രണ്ടാം ഘട്ട ഭാരത് ജോഡോ ന്യായ യാത്ര എന്ന് പേരിട്ടിട്ട് മണിപ്പൂരിൽ അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ കൂട്ടുനിന്നുകൊണ്ട് അവിടുത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ച യാത്ര മണിപ്പൂർ, മധ്യപ്രദേശും യു.പിയും കടന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് യാത്ര മഹാരാഷ്ട്രയിലെത്തുക. ഈ മഹാരാഷ്ട്ര പറയാൻ കാര്യം, മഹാരാഷ്ട്ര കോൺഗ്രസിൽ നിന്ന് ഒന്നൊന്നായിട്ട് വൻകിട നേതാക്കൾ ഉൾപ്പെടെ അവരുടെ അണികളും അടക്കം ഹെവി വെയ്റ്റ് ചാമ്പ്യൻസ്, ഹെവി വെയ്റ്റ് പൊളിറ്റിക്കൽ ബോക്സിംഗ് ചാമ്പ്യൻസ് ആണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് വിട്ട് കഴിഞ്ഞ മാസവും ഈ മാസവും പൊയ്ക്കൊണ്ടിരിക്കും. ഇതൊക്കെ കോൺഗ്രസ് നേതൃത്വം കാണുന്നില്ലേ? രാഹുൽ ഗാന്ധി കാണുന്നില്ലേ? മല്ലികാർജുൻ ഖാർഗെ കാണുന്നില്ലേ? കെ.സി. വേണുഗോപാലാണല്ലോ പാർട്ടിയുടെ സംഘടന കാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. അദ്ദേഹം ഇതൊന്നും കാണുന്നില്ലേ? എന്താണ് കോൺഗ്രസിൻ്റെ മഹാരാഷ്ട്രയിലെ അവസ്ഥ? ഏറ്റവും ഒടുവിൽ എന്താണ്? കഴിഞ്ഞ ദിവസം അശോക് ചവാൻ രാജിവെച്ചു. ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊക്കെ കോൺഗ്രസിൻ്റെ മഹാരാഷ്ട്രയിലെ നെടുംതൂണായിരുന്ന, ശരത് പവാറിനൊക്കെ മുമ്പേ നെടുംതൂണായിരുന്ന വൈബി ചവാന്റെ മകൻ, അങ്ങനെ വളരെ തലയെടുപ്പുള്ള ഒരു നേതാവാണ് കോൺഗ്രസ് വിട്ട് കഴിഞ്ഞ ദിവസം രാജിവെച്ചിട്ട് ഇപ്പോൾ ഇന്ന് BJPയിൽ ചേർന്നിരിക്കുന്നത്. 24 മണിക്കൂർ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ ചിലരും പോയിട്ടുണ്ട്, അവിടുത്തെ സംസ്ഥാന നേതാക്കളും അണികളും. അതേപോലെ കഴിഞ്ഞ മാസം ഇതേപോലെ വേറൊരാൾ കോൺഗ്രസ് വിട്ടുപോയി. ചെറിയ കക്ഷിയല്ല, മിലിന്ദ് ദിയോറ. ആ പേര് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. മുരളി ദിയോറയുടെ മകനാണ് മിലിന്ദ് ദിയോറ. മിലിന്ദ് ദിയോറ വീണ്ടും MP ആയി. അച്ഛൻ മരിച്ചപ്പോൾ പെട്രോളിയം സഹമന്ത്രിയായി. UPA 2 ഗവൺമെന്റിൽ 2014 മോദി അധികാരത്തിൽ വരുന്നത് വരെ അങ്ങനെ ഇരുന്ന ഒരാൾ കഴിഞ്ഞ മാസം അദ്ദേഹം കോൺഗ്രസ് വിട്ട് നേരെ അദ്ദേഹം BJPയിലേക്കല്ല പോയത്, സഹകക്ഷിയായ ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയിലേക്ക് പോയി. ആലോചിച്ച് നോക്കുക, കോൺഗ്രസിന് മഹാരാഷ്ട്രയിൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ മഹാരാഷ്ട്രയിലെ മഹാസഖ്യത്തിൽ വിള്ളലുകൾ വീണു. ഈ പറയുന്ന ഉദ്ധവ് താക്കറെയുടെ ശിവസേന, പവാറിൻ്റെ NCP, ഇതിനെയൊക്കെ പിളർത്തിയിട്ട് BJP സംഘപരിവാർ ഗെയിം എത്ര കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കുക. ശിവസേനയെ പിളർത്തിയിട്ട് ഏകനാഥ് ഷിൻഡെ BJP ക്യാമ്പിലേക്ക് പോയിട്ട് മുഖ്യമന്ത്രിയായി. ഫട്നാവിസ് മുൻ മുഖ്യമന്ത്രി, BJPയുടെ നേതാവ്, അതിന് കീഴിൽ ഉപമുഖ്യമന്ത്രി ആകാൻ സമ്മതിച്ചു. അതൃപ്തി ഉണ്ടെങ്കിലും. പക്ഷേ രാഷ്ട്രീയം അതാണ്, രാഷ്ട്രീയത്തിലെ കളി വേറെയാണ്. അങ്ങനെ ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയായി. ബാൽ താക്കറെയുടെ ലെഗസി അവകാശപ്പെടുന്ന ശിവസേനയെ പിളർത്തിയിട്ട്, NCP ഇതേപോലെ പിളർത്തിയിട്ട് അജിത് പവാറിനെ മറ്റേ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി, BJP ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. ശരത് പവാറിന് ക്ഷീണമായി. മറ്റൊന്ന്, കോൺഗ്രസിൽ നടക്കുന്ന ഈ കൂട്ടരാജികൾ ഒന്നിന് പിറകെ ഒന്നായിട്ട്. പിന്നെ എവിടെയാണ് മഹാരാഷ്ട്രയിലെ വിശാല ഇടതുപക്ഷ സഖ്യം ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്ലച്ച് പിടിക്കുക? എങ്ങനെയാണ് ഇത് നയിക്കേണ്ട? രാഹുൽ ഗാന്ധി യാത്ര നടത്തി മഹാരാഷ്ട്ര വരുമ്പോൾ സ്വീകരിക്കാൻ ഈ നേതാക്കളില്ല. എത്ര പേരുണ്ടാവും? മിലിന്ദ് ദിയോറയില്ല, അശോക് ചവാനില്ല, മറ്റൊരു പറ്റം നേതാക്കൾ, MLA വരെ രാജിവെച്ച് പോയിരിക്കുന്നു, അണികൾ രാജിവെച്ച് പോയിരിക്കുന്നു. പിന്നെ ഷിൻഡെയുടെ ശിവസേനയിലേക്കോ BJPയിലേക്കോ പോയിരിക്കുന്നു. മിലിന്ദ് ദിയോറ ആരായിരുന്നു? രാഹുൽ ഗാന്ധിയുടെ ബ്രിഗേഡിലെ പ്രധാന അംഗമായിരുന്നു. ഇപ്പൊ രാജീവ് ഗാന്ധിയുമായിട്ട് പിതാവ് മുരളി ദിയോറയ്ക്ക് അടുപ്പമുണ്ടായിരുന്നത് പോലെ ഗാഢമായ ബന്ധം രാഹുൽ ഗാന്ധിയുമായിട്ട് മിലിന്ദിനുണ്ടായിരുന്നു. എന്നിട്ട് മിലിന്ദ് പാർട്ടി ഉപേക്ഷിച്ചപ്പോൾ പോയില്ലേ? മധ്യപ്രദേശിൽ ബ്രിഗേഡിലെ പ്രധാനിയായിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ BJPയിലേക്ക് പോയില്ലേ? ഇപ്പൊ കേന്ദ്രമന്ത്രിയായില്ലേ? സച്ചിൻ പൈലറ്റ് രാജസ്ഥാനിൽ ഞാൻ പോണോ നിൽക്കണോ അശോക് ഗെഹ്ലോട്ട് വിഷയത്തിൽ അങ്ങനെ ആടി നിൽക്കുന്ന രാജസ്ഥാനിൽ കോൺഗ്രസ് എങ്ങനെ ക്ലച്ച് പിടിക്കും? മഹാരാഷ്ട്രയിൽ എന്താ? മധ്യപ്രദേശിൽ എന്താ സ്ഥിതി? അതികായൻ കമൽനാഥ്, മുൻ മുഖ്യമന്ത്രി, മുൻ KPCC അധ്യക്ഷൻ, മുൻ പ്രവർത്തക സമിതി അംഗം, ദേശീയ നേതാവ് പറഞ്ഞിരിക്കുന്നത് രാജ്യസഭാ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ കോൺഗ്രസ് വിടുമെന്ന്, BJPയിലേക്ക് പോകുന്ന സൂചന നൽകി കഴിഞ്ഞു. ഒരു കോൺഗ്രസിൻ്റെ അവസ്ഥയാണ് മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും
നാളെ കേരളത്തിൽ സംഭവിച്ചുകൂടെ ഇത്? എന്തുകൊണ്ട് സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും? കെ സുധാകരൻ, സപ്പോസ് ഹൈപ്പോത്തീസിസ് ആണ്, കെ സുധാകരൻ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകുന്നു, അല്ലെ VD സതീശൻ പോകുന്നു. VD സതീശൻ ഇപ്പോൾ ചിലർ കളിയാക്കി VD സവർക്കർ സതീശൻ എന്ന് വിളിക്കുന്നുണ്ട്. കെ സുധാകരൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ നല്ലൊരു പാർട്ടിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ BJPയിലേക്ക് പോകും, എന്താ തെറ്റ് എന്ന് അദ്ദേഹം ഓൺ റെക്കോർഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് കോൺഗ്രസിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ നിലനിർത്തി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? സംഘടനാബലം ചോർന്ന് പൊക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഈ 3-4 സ്റ്റേറ്റുകൾ എടുക്കുക, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്രയിലുള്ള ഒരു ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേയിൽ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ഈ മഹാസഖ്യത്തിൽ കോൺഗ്രസിന് കുറച്ച് സീറ്റുകൾ പിടിക്കാം, പകുതിയോളം പ്രതിപക്ഷ സഖ്യം പിടിക്കുമെന്നൊക്കെ പറഞ്ഞിടത്താണ് ഈ അട്ടിമറി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, കൂട്ടരാജി കോൺഗ്രസിന് സംഭവിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ BJPയും നരേന്ദ്രമോദിയും ലക്ഷ്യം വെക്കുന്ന 400 സീറ്റ് കടമ്പ, രാജീവ് ഗാന്ധിയുടെ 404 എന്ന് പറയുന്ന സർവകാല റെക്കോർഡ് ലോക്സഭയിൽ ഭേദിക്കാൻ വേണ്ടിയുള്ള അണിയറ ഒരുക്കങ്ങളും ഹിന്ദി ബെൽറ്റും മഹാരാഷ്ട്രയും കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ലോക്സഭയിലെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത് UP എന്നാണ്, ഉത്തർപ്രദേശ് 80 സീറ്റുകൾ. ആ 80 സീറ്റുകളിൽ 70-ലധികം സീറ്റുകൾ BJPയും സഖ്യകക്ഷിയും നേടുമെന്നാണ്. BJP കൂടാതെ സഖ്യകക്ഷി അപ്നാദളിലെ 3 സീറ്റും ബാക്കി 70ഓളം സീറ്റുകൾ BJP നേടുമെന്നാണ് പറയുന്നത്. പിന്നെ 4-5 സീറ്റ് സമാജ്വാദി പാർട്ടി, അഖിലേഷ് സിംഗ് യാദവിൻ്റെ SP മുലായത്തിൻ്റെ മകൻ്റെ പാർട്ടി. ബാക്കി കോൺഗ്രസിലാകെ പ്രതീക്ഷ ഒരൊറ്റ സീറ്റ് മാത്രമാണ് സർവേയില്ല, റായ്ബറേലി, സോണിയാഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റ്, നെഹ്റു കുടുംബത്തിൻ്റെ. അമേധി എപ്പോഴേ കൈവിട്ടുപോയി. 2019 രാഹുൽ ഗാന്ധി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് തോറ്റു തുന്നമ്പാടി, അതോടെ അമേധി കൈവിട്ടു പോയി. ഇനി നോക്കാൻ പറ്റുമോ? അമേധിയിലും വയനാട്ടിലും മത്സരിച്ച് വയനാട്ടിൽ ജയിച്ചു, വീണ്ടും വയനാട്ടിൽ നിൽക്കുകയാണ്. ഇത് തെറ്റായ സന്ദേശമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന് BJPയെ നേരിടാൻ കഴിയില്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ എന്ന് ഞങ്ങൾ കഴിഞ്ഞ തവണ പറഞ്ഞ വിലയിരുത്തൽ ഇത്തവണ 5 വർഷം കഴിഞ്ഞും ഇത്തവണ വീണ്ടും ഞങ്ങളത് ഇവിടെ പറയുകയാണ്, ആവർത്തിച്ച് പറയുകയാണ്. കോൺഗ്രസിൻ്റെ തെറ്റായ സ്ട്രാറ്റജി, ഇലക്ഷൻ സ്ട്രാറ്റജിയാണ് തിരിച്ചടിയെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ UPയിലെ ഗതികേട്, മഹാരാഷ്ട്രയിലെ ഗതികേട്, വന്നുകൊണ്ടിരിക്കുന്ന ഗതികേട്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, പിന്നെ എവിടുന്നാ കോൺഗ്രസിന് സീറ്റ് കിട്ടുക? ഈ എണ്ണം തികയ്ക്കാൻ 100 കടക്കാൻ? 100 കടക്കുവോ, 70 കടക്കുവോ, അല്ലെങ്കിൽ 50 കടക്കുവോ? കാത്തിരുന്ന് കാണേണ്ടത് കാര്യമാണ്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ ഇപ്പോൾ അഖിലേഷ് അവിടെ UPയിൽ ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേറൊരു ഭാരരത്നം കഴിഞ്ഞ ദിവസം കൊടുത്ത ആർക്ക്? മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിന് മരണാനന്തര ബഹുമതിയായിട്ട്. എന്തിനാണ്? അതും പ്യുവർ പൊളിറ്റിക്സ് ആണ്, പ്രാക്ടിക്കൽ പൊളിറ്റിക്സ്. അതായത് ജാട്ട് സമുദായത്തെ പിടിക്കുക. UPയിലും ഹരിയാനയിലുമായിട്ട് പടർന്നു കിടക്കുന്ന ജാട്ട് സമുദായത്തിൻ്റെ നേതാവായിരുന്നു ചൗധരി ചരൺ സിംഗ്. അദ്ദേഹം ജനതാ പാർട്ടി, പിന്നെ ജനതാദൾ, ഇപ്പം രാഷ്ട്രീയ ലോക്ദൾ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മകൻ അജിത് സിംഗ് രൂപീകരിച്ച്, അദ്ദേഹത്തിൻ്റെ മകൻ അജിത് സിംഗിൻ്റെ മകനാണ് ഇപ്പോൾ ഈ പാർട്ടി കൊണ്ടു നടക്കുന്നത്, ജയന്ത് ചൗധരി. ഇപ്പം എന്താ ചെയ്ത? കഴിഞ്ഞ ദിവസം സമാജ്വാദി പാർട്ടി മുന്നണി, അഖിലേഷ് സിംഗ് യാദവിൻ്റെ മുന്നണി വിട്ടിട്ട് BJPയിലേക്ക് പോയി, BJP ക്യാമ്പിലേക്ക് പോയി, NDAയുടെ സഖ്യകക്ഷിയായിട്ട് പോയി. അത് UPയിൽ വീണ്ടും തിരിച്ചടിയാണ്. UPയിലും അനുബന്ധ സംസ്ഥാനങ്ങളിലും ചേർന്ന് കിടക്കുന്ന ജാട്ട് സമുദായമുള്ള ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിൽ. ഞങ്ങൾ വെറുതെ പറയാൻ ഓരോ ചോദ്യങ്ങളാണ്. ഇവിടെ കോൺഗ്രസിന്റെ വലിയേട്ടൻ മനോഭാവത്തിന് ഒരു എക്സാമ്പിൾ ലേറ്റസ്റ്റ് പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. രാഹുലിന്റെ ന്യായയാത്ര UPയിലേക്ക് ചെല്ലുന്നു. അവിടുത്തെ പ്രധാന സഖ്യകക്ഷികളെ നേതാക്കളെ ക്ഷണിക്കേണ്ടി അതിൽ പങ്കെടുക്കാൻ. അഖിലേഷ് സിംഗ് യാദവ്, SP നേതാവ് അഖിലേഷ് സിംഗ് യാദവ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, രാഹുലിന്റെ ജാഥയിൽ ഞാൻ പങ്കെടുക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ, എന്നെ ക്ഷണിച്ചിട്ടില്ല, ഞാൻ ഇൻവൈറ്റ് ചെയ്യാതെ ഞാൻ ഇതിന് പങ്കെടുക്കണം. ഇത് തന്നെയാണ് മമതയും പറഞ്ഞത്. ഇങ്ങനെ ഒരു പാർട്ടി എങ്ങനെയാണ് ഒരു മുന്നണിയെ നയിക്കുക, ഇന്ത്യ മുന്നണിയെ നയിക്കുക? ഇപ്പൊ ജയന്ത് ചൗധരി മുന്നണി വിട്ടു പോയപ്പോൾ SP-ക്ക് ഒരു അടി കിട്ടി. ആർക്ക്? മുലായം സിംഗ് യാദവിന്റെ മകൻ അഖിലേഷ് സിംഗ് യാദവിന് ഒരു അടി കിട്ടിയപ്പോൾ അഖിലേഷ് സിംഗ് യാദവ് പറഞ്ഞു, ഞാൻ രാഹുൽ ഗാന്ധിയുടെ ജാഥയെ പങ്കെടുക്കുന്ന കാര്യം ആലോചിക്കുന്നതാ. ഒരടി കിട്ടിയപ്പോൾ
അതിന് വലിയൊരു കാരണം കൂടിയുണ്ട്. ഈ പ്രസ്താവന വന്നപ്പോൾ എന്നെ ക്ഷണിച്ചിട്ടില്ല എന്ന് അഖിലേഷ് പറഞ്ഞപ്പോൾ ഖാർഗെ വിളിച്ചു, നേരെ പെട്ടെന്ന് ഹോട്ട് ലൈനിൽ വിളിച്ചു, അഖിലേഷ് പങ്കെടുക്കണം. അപ്പം അഖിലേഷ് പറഞ്ഞു എന്നെ ക്ഷണിച്ചിട്ടില്ലല്ലോ, എന്നാൽ ഞാൻ ക്ഷണിക്കുന്നു, പങ്കെടുക്കണം. ഇങ്ങനെയാണ് ഒരു പാർട്ടി ഇത്രയും വർഷങ്ങൾ ഈ രാജ്യം ഭരിച്ച് പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതൃത്വം ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇതെന്താ ഹോംവർക്ക് ഇല്ലാത്ത, എന്താ KC വേണുഗോപാൽ അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഡൽഹിയിൽ ഇരുന്നിട്ട് സംഘടന ജനറൽ സെക്രട്ടറി എന്നതിലേക്ക് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പടുകുഴിയിലേക്ക് കോൺഗ്രസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? കോൺഗ്രസ് എന്നത് തിരിച്ചറിയാത്തത് ഇപ്പോഴും ഞങ്ങൾക്ക് പുറത്തിരുന്നതിൻ്റെ തഴമ്പ് ഞങ്ങളുടെ പൃഷ്ഠത്തിലുണ്ട് എന്ന് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ടോ? വലിയേട്ടൻ മനോഭാവം കളഞ്ഞിട്ട് പ്രതിപക്ഷ കക്ഷികൾക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് സീറ്റുകൾ വിട്ടുകൊടുക്കുക. കോൺഗ്രസ് ഫൈറ്റ് ചെയ്യേണ്ടത് BJP-യോടെയാണ് ഹിന്ദി സംസ്ഥാനങ്ങളിൽ. അതിന് തയ്യാറാവണം, അതിനുള്ള കോപ്പ് കൂട്ടണം, അതിനുള്ള ബലമുണ്ടാക്കണം. ഇതല്ലേ ഒരു ഇലക്ഷൻ വർഷത്തിൽ ചെയ്യേണ്ടത്, ലോക്സഭ ഇലക്ഷനില്ലേ? അത്തരത്തിലുള്ള യാതൊരു നീക്കവും കോൺഗ്രസിന്റെ ഭാഗത്തൊന്നും ഇല്ലാന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ ഹോംവർക്ക് ശരിയല്ല, പ്രതിപക്ഷ പാർട്ടികളെ ഒരുമിച്ച് നിർത്താനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല. അതിൻ്റെ കൂടെ ഓരോരുത്തർ നേതാക്കൾ രാജിവെച്ച് പോവുകയും ചെയ്യുന്നു. പിന്നെ എവിടെ എത്തും കോൺഗ്രസ് ഈ ലോക്സഭ ഇലക്ഷൻ കഴിയുമ്പോൾ? ആലോചിക്കുക.